നമസ്കാരം. ശ്രീരാഗം ആസ്ട്രോളജിയിലേക്ക് ഏവർക്കും സ്വാഗതം. വ്യാഴം ഉദിക്കുകയാണ് 15 നക്ഷത്രക്കാർക്ക്. ഏകദേശം 500 വർഷങ്ങൾക്ക് ശേഷമാണ് വ്യാഴം മിഥുനം രാശിയിൽ ഉദിക്കാൻ പോകുന്നത്. അതും ഈ വരുന്ന ജൂലൈ 9-ാം തീയതി. ഇതിൻ്റെ ഫലമായി 15 നക്ഷത്രക്കാർക്ക് ഗുണാനുഭവങ്ങൾ വർദ്ധിക്കുന്നതാണ്. വളരെയധികം നേട്ടങ്ങൾ വന്നു ചേരുകയാണ്. ഒരുപാട് നാളുകളുടെ പ്രയത്നങ്ങൾക്ക് ഫലവത്തായ മാറ്റങ്ങൾ വന്നു ചേരുന്നതാണ്. 500 വർഷങ്ങൾക്ക് ശേഷമുള്ള വ്യാഴത്തിൻ്റെ ഉദയമാണ് സംഭവിക്കുന്നത്. അതിനെ ഒരു നിസ്സാരമായി കാണണ്ട. അത്രത്തോളം മാറ്റം, നിങ്ങളെപ്പോലും അത്ഭുതപ്പെടുത്തുന്ന ഒരു ജീവിത മാറ്റം നിങ്ങൾക്ക് വന്നു ചേരും ജൂലൈ 9-ഓടുകൂടി. സാമ്പത്തികമായി വളരെയധികം ഗുണാനുഭവങ്ങൾ വന്നു ചേരുന്നതാണ്. നേട്ടങ്ങൾ വന്നു ചേരുന്നതാണ്. ഏതു മേഖലയിലും നിങ്ങൾക്ക് വിജയം കൈവരിക്കാൻ സാധ്യമാകുന്നതാണ്. വിദ്യാർത്ഥികൾക്ക് ഉന്നത വിദ്യാഭ്യാസ നിലവാരം പുലർത്താൻ സാധിക്കും. ഉദ്ദേശിക്കുന്ന കോഴ്സുകൾ അതിൽ ചേരാനായി സാധിക്കുന്നതാണ്. വിദ്യ തടസ്സപ്പെട്ട ആളുകൾക്ക് ഉന്നത വിദ്യാഭ്യാസത്തിനുള്ള അല്ലെങ്കിൽ തുടർ പഠനത്തിനുള്ള യോഗം കൂടി വന്നു ചേരുന്നുണ്ട്. വ്യാഴമാണ് ഇവിടെ അനുകൂലമാകുന്നത്. ഇതിൻ്റെ ഫലമായി ഉണ്ടാകുന്ന സാമ്പത്തിക നേട്ടം, സാമ്പത്തിക ഭദ്രത, നിങ്ങളിലേക്കൊരു സേവിങ്സ് വന്നു ചേരുന്നതാണ്. ചിട്ടി, പാട്ടം അല്ലെങ്കിൽ ലോൺ സാങ്ഷനാകാത്ത അവസ്ഥ ഉള്ളവർക്കാണെങ്കിലും ധനം എങ്ങനെയും നിങ്ങളുടെ കയ്യിലേക്ക് എത്തിച്ചേരേണ്ട അവസ്ഥയാണ്. എത്ര സാങ്ഷൻ ആകുന്നില്ല എന്ന് പറഞ്ഞ കാര്യങ്ങൾ പോലും നിങ്ങൾക്ക് അനുകൂലമായി വന്നു ചേരുന്ന സമയം കൂടിയാണ്. മഹാവിഷ്ണു ക്ഷേത്ര ദർശനം നടത്തുക, ഭഗവാൻ മഹാവിഷ്ണുവിനെ പ്രാർത്ഥിക്കുക. ഗുണാനുഭവങ്ങൾ കൂടുതലായി നിങ്ങളിലേക്ക് എത്തുന്നതിന് വളരെ നല്ല സമയമാണ് ജൂലൈ 9 മുതൽ ഈ നക്ഷത്രക്കാർക്ക് വന്നു ചേരുന്നത്. കഴിഞ്ഞ ജൂൺ മാസത്തിലൊക്കെ ഒരുപാട് ബുദ്ധിമുട്ടുകൾ അനുഭവിച്ച നിങ്ങൾക്ക് ഈ ജൂലൈ 9-ഓടുകൂടി വ്യാഴത്തിൻ്റെ ഉദയം ആ ബുദ്ധിമുട്ടുകളെ ഒക്കെ നിങ്ങളുടെ ജീവിതത്തിൽ നിന്ന് തന്നെ എടുത്തു മാറ്റുകയാണ്. വളരെയധികം മാറ്റങ്ങൾ 15 നക്ഷത്രക്കാർക്ക് തുടങ്ങുകയാണ്. ആ 15 നക്ഷത്രക്കാർ ആരൊക്കെയാണ് എന്നതിനെക്കുറിച്ചാണ് ഇന്നത്തെ അധ്യായത്തിലൂടെ പറയാൻ പോകുന്നത്. അശ്വതി, ഭരണി, കാർത്തിക വരുന്ന മേടം രാശിക്കാർക്ക് മാറ്റത്തിൻ്റെ സമയം തുടങ്ങുകയാണ്. വ്യാഴത്തിൻ്റെ ഉദയം നിമിത്തം പല കഴിവുകളും അംഗീകരിക്കപ്പെടുന്ന സമയം കൂടിയാണ്. നിങ്ങളിൽ ഉറങ്ങിക്കിടക്കുന്ന കഴിവുകൾ പോലും നിങ്ങൾക്ക് പുറത്തെടുക്കാൻ സാധിക്കും. അതിനുള്ള അവസരങ്ങൾ നിങ്ങളുടെ മുന്നിലേക്ക് വ്യാഴം അല്ലെങ്കിൽ വ്യാഴത്തിൻ്റെ ഉദയം നിമിത്തം വന്നെത്തുന്നതാണ്. ജോലി, വിദ്യാഭ്യാസം എന്നിവയ്ക്കുള്ള അനുകൂല സമയം കൂടി ഇവിടെ വ്യാഴം അനുകൂലത്തിലാകുന്നതിനാൽ വന്നു ചേരുന്നുണ്ട്. ജീവിതത്തിൽ ധാരാളം നേട്ടങ്ങൾ കൈവരിക്കാനുള്ള സമയം കൂടിയാണ് നിങ്ങൾക്ക് തുറന്നു കിട്ടുന്നത്. അനുകൂലമായ മാറ്റമാണ്. ചില പ്രത്യേകതകളൊക്കെ വന്നു ചേരുന്ന സമയമാണ്, അല്ലെങ്കിൽ പ്രത്യേകതകളൊക്കെ തുടങ്ങുന്ന സമയമാണ്. നിങ്ങൾ എന്താണ് അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്തൊക്കെ കഴിവുകളുണ്ട് എന്നത് കൂടി നിങ്ങൾക്ക് വിലയിരുത്താൻ കഴിയുന്ന ഒരു സമയം കൂടിയാണ് ഇവിടെ വ്യാഴത്തിൻ്റെ ഉദയ നിമിത്തം ഉണ്ടാകുന്നത്. സാമ്പത്തികമായി വളരെയധികം ഗുണകരമായ സമയമാണ് തുടങ്ങുന്നതെന്ന് കണ്ണടച്ചു പറയാൻ സാധിക്കുന്നതാണ്. കൂടാതെ വീട്, വാഹനം, സ്വത്ത് തുടങ്ങിയവയൊക്കെ സ്വന്തമാക്കാൻ തുടങ്ങിയവയൊക്കെ നേടാൻ കഴിയുന്ന സമയം കൂടി വ്യാഴത്തിൻ്റെ ഉദയം നിമിത്തം ഉണ്ടാകുന്നുണ്ട്. നിക്ഷേപങ്ങൾ ഇരട്ടിയാകുന്നതാണ്. ആരോഗ്യ കാര്യങ്ങളിൽ എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ, എന്തെങ്കിലും വെല്ലുവിളികൾ നേരിടുന്ന ആളുകളാണെങ്കിൽ പോലും ആരോഗ്യം വളരെയധികം മെച്ചപ്പെടുന്ന സമയം കൂടി 500 വർഷത്തിന് ശേഷമുള്ള വ്യാഴത്തിൻ്റെ ഈ ഉദയം നിമിത്തം നിങ്ങളുടെ ജീവിതത്തിലേക്ക് വന്നെത്തുന്നതാണ്. മകം, പൂരം, ഉത്രം ആദ്യ കാൽഭാഗം വരുന്ന ചിങ്ങം രാശിക്കാർക്കും നേട്ടത്തിൻ്റെ ഒരു വമ്പൻ നേട്ടത്തിൻ്റെ സമയമെന്ന് തന്നെ വിശേഷിപ്പിക്കാവുന്നതാണ്. ആരോഗ്യത്തെക്കുറിച്ചുള്ള ചിന്തകൾ നിങ്ങൾക്ക് ഇനി മാറ്റി നിർത്താം. അത്രത്തോളം മെച്ചപ്പെട്ട ആരോഗ്യം കൂടി ഇവിടെ വ്യാഴത്തിൻ്റെ ഉദയം നിമിത്തം വന്നു ചേരുന്നതാണ്. സാമ്പത്തിക സ്ഥിതിയിൽ മികച്ച മാറ്റം വന്നു ചേരും. സൗഹൃദങ്ങൾ വർദ്ധിക്കുന്നതാണ്. സുഹൃത്തുക്കളെ വീണ്ടും കണ്ടുമുട്ടാനുള്ള അവസരങ്ങളൊക്കെ വന്നു ചേരും. സാമ്പത്തിക സ്ഥിതി മികച്ചതായി മാറും. സാമ്പത്തിക സ്ഥിതിയിൽ നല്ല ഒരു മാറ്റം വന്നു ചേരുന്നതാണ്. ജോലിയിൽ സ്ഥാനക്കയറ്റം വന്നു ചേരും. അതേപോലെ പരമാവധി അവസരങ്ങളെ പ്രയോജനപ്പെടുത്താൻ നിങ്ങൾക്ക് സാധിക്കുന്നതാണ്. അവസരങ്ങൾ വന്നു ചേരുകയും അതിനെ പ്രയോജനപ്പെടുത്താനായി നിങ്ങൾക്ക് സാധിക്കുകയും ചെയ്യും. നിങ്ങളുടെ കഴിവുകൾ പുറത്തെടുക്കാനായി സാധിക്കും. കർമ്മ മേഖലയിൽ നിങ്ങളുടെ കരിയറിൽ വളരെ വലിയൊരു മുന്നേറ്റമാണ് വ്യാഴത്തിൻ്റെ ഉദയം നിമിത്തം വന്നു ചേരുന്നത്. ജീവിതത്തിലൊരു കുതിപ്പുണ്ടാകാൻ പോവുകയാണ്. സാമ്പത്തികമായി വളരെ പിന്നോക്കം നിന്ന നിങ്ങൾ ഇനി സാമ്പത്തികമായി വളരെ മുന്നോട്ട് അല്ലെങ്കിൽ ഒരു കുതിപ്പോടു കൂടി പോകാൻ പോകുകയെന്ന സമയം കൂടിയാണ്. അപ്പോൾ സാമ്പത്തികമായി വളരെ വലിയ നേട്ടങ്ങൾ വന്നു ചേരും. പ്രാർത്ഥനയോടുകൂടി മുന്നോട്ട് പോവുക. മഹാവിഷ്ണുവിനെ പ്രാർത്ഥിക്കുക. ചിത്തിര,
ചോതി വിശാഖം നക്ഷത്രക്കാർക്കും വിദേശയാത്രയ്ക്കുള്ള ഭാഗ്യവുമായിട്ടാണ് ജൂലൈ 9 മുതൽ വ്യാഴമാറ്റം സംഭവിക്കുന്നത്. പല വിധത്തിലുള്ള നേട്ടങ്ങൾ വന്നു ചേരുന്നതിനുള്ള സമയമാണ് തുടങ്ങുന്നത്. സംശയിക്കേണ്ട യാതൊരു കാര്യവുമില്ല. ഈ ഫലങ്ങളൊക്കെ ജീവിതത്തിൽ വന്നു ചേരുന്നതാണ്. ആരോഗ്യപരമായും നേട്ടത്തിൻ്റെ സമയമാണ്, മെച്ചപ്പെടുന്ന സമയമാണ്. ആരോഗ്യപരമായി ഒരുപാട് ധനം ചിലവാക്കേണ്ടി വന്നിട്ടുണ്ട് ആശുപത്രി വാസം നിമിത്തം. അതൊക്കെ ഇനി മാറി പൂർണ്ണ ആരോഗ്യവതികളുമായി മാറുന്ന സമയം കൂടി വ്യാഴത്തിൻ്റെ ഉദയം നിമിത്തം ഉണ്ടാകുന്നുണ്ട്. അനുകൂല ഒരു കാലാവസ്ഥ വന്നു. അനുകൂല കാലാവസ്ഥ എന്ന് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഏത് കാര്യത്തിനും പ്രതികൂലമായ അവസ്ഥകളായിരുന്നു. ഒരു നല്ല കാര്യത്തിന് ഇറങ്ങി പുറപ്പെട്ടാൽ പോലും അതിൽ നിന്ന് പല വിധത്തിലുള്ള ബുദ്ധിമുട്ടുകൾ നേരിടുക എന്ന ഒരു പ്രതിസന്ധി നിങ്ങളെ വല്ലാതെ വലയ്ക്കുന്നുണ്ടായിരുന്നു. ആ പ്രതിസന്ധികളൊക്കെ മാറുന്നതാണ്. ഏത് കാര്യത്തിനും അനുകൂലമായിട്ടുള്ള അവസ്ഥകൾ അല്ലെങ്കിൽ ഫലങ്ങൾ വന്നു ചേരുന്ന സമയം കൂടിയാണ്. വെറുമൊരു ഗ്രഹം അല്ല, ഇവിടെ വ്യാഴമാണ് അനുകൂലത്തിൽ വരുന്നത് എന്നതുകൂടി നിങ്ങൾ മനസ്സിലാക്കുക. കൂടാതെ അപ്രതീക്ഷിത ലാഭമൊക്കെ വന്നു ചേരുന്ന സമയമാണ്. ആരോഗ്യകാര്യത്തിലാണ് വളരെയേറെ അനുഗ്രഹീതരായി മാറുന്നത്. എല്ലാവിധ ബുദ്ധിമുട്ടുകളും മാറുന്ന ഒരു സമയം കൂടിയാണ്. സാമ്പത്തിക സ്ഥിതി മികച്ച തോതിലുള്ള ഒരു മാറ്റത്തിലേക്കാണ് കുതിക്കാൻ പോകുന്നത്. എന്തെങ്കിലും കുടുംബ തർക്കങ്ങൾ, പ്രശ്നങ്ങളൊക്കെ നിലനിൽക്കുന്നുണ്ട്. അതുവഴി മാനസിക പ്രയാസങ്ങൾ, ബുദ്ധിമുട്ടുകൾ, ടെൻഷനുകൾ അനുഭവിക്കുന്നവരാണെങ്കിൽ ആ പ്രയാസങ്ങളൊക്കെ നീങ്ങുന്ന സമയം കൂടിയാണ് ഈ വ്യാഴോദയത്തോടുകൂടി നിങ്ങൾക്ക് വന്നു ചേരുന്നത്. മൂലം, പൂരാടം, ഉത്രാടം നക്ഷത്രക്കാർക്കും ഈ വ്യാഴോദയം ഉത്തമ വിവാഹ യോഗവുമായിട്ടാണ് കടന്നു വരുന്നത്. ഒരുപാട് നാളായി വിവാഹാലോചനകളൊക്കെ നടക്കുന്നുണ്ട്, പക്ഷേ ഒന്നും അങ്ങോട്ട് ഒത്തുവരുന്നില്ല എന്ന് വിഷമിക്കുന്ന ആളുകൾക്ക് ഭാഗ്യസമയമാണ്. നിങ്ങൾ ഉദ്ദേശിക്കുന്ന അല്ലെങ്കിൽ നിങ്ങൾ അർഹിക്കുന്നത് പോലുള്ള വിജയം ഒക്കെ വന്നു ചേരുന്ന സമയമാണ്. ദാമ്പത്യ ജീവിതത്തിൽ എന്തെങ്കിലുമൊക്കെ ബുദ്ധിമുട്ടുകൾ നിലനിൽക്കുന്നവരാണെങ്കിൽ അതൊക്കെ രമ്യതയിലാക്കാനായി സാധിക്കുന്ന സമയമാണ്. ആരോഗ്യ പ്രതിസന്ധികളൊക്കെ മാറുന്ന സമയം, അതിന് പരിഹാരം കണ്ടെത്തപ്പെടുന്ന സമയം കൂടിയാണ്. ചില ബന്ധങ്ങളിലൊക്കെ വിള്ളലുകൾ വന്നിട്ടുണ്ട്. അത് സുഹൃത്ത് ബന്ധങ്ങളാകാം, അല്ലെങ്കിൽ കുടുംബത്തിലുള്ള സഹോദരങ്ങളുമായിട്ടായിരിക്കും, അല്ലെങ്കിൽ മാതാപിതാക്കൾക്കിടയിലായിരിക്കും, അല്ലെങ്കിൽ ദമ്പതികൾക്കിടയിലായിട്ടും ബന്ധങ്ങളിലെ വിള്ളലുകളൊക്കെ രമ്യതയിലാക്കാനും പരിഹരിക്കാനും ഒക്കെ സാധിക്കുകയും ചെയ്യുന്നുണ്ട്. വ്യാഴോദയമാണ് സംഭവിക്കുന്നത്. അതിനാൽ തന്നെ നിങ്ങളുടെ ജീവിതത്തിനെ മന്ദീഭവിക്കുന്ന തരത്തിലുള്ള കാര്യങ്ങളൊക്കെയും മാറി നിങ്ങളുടെ ജീവിതത്തിൽ സന്തോഷം വന്നു ചേരുന്ന രീതിയിലാണ് ഇവിടെ വ്യാഴത്തിൻ്റെ ഉദയം ജൂലൈ 9 മുതൽ സംഭവിക്കുന്നത്. വളരെ വലിയ മാറ്റമാണ് വന്നു ചേരുന്നത്. നേട്ടവും ഭാഗ്യവും ഐശ്വര്യവും കൂടിയാണ് ജൂലൈ 9 മുതൽ തുടങ്ങാൻ പോകുന്നത്. മഹാവിഷ്ണുവിനെ നല്ല രീതിയിൽ പ്രാർത്ഥിക്കൂ, ഭഗവാന്റെ അനുഗ്രഹം ഏറ്റുവാങ്ങൂ, ക്ഷേത്ര ദർശനങ്ങളൊക്കെ നടത്തൂ. വളരെ നല്ല ഒരു സമയത്തിലേക്കാണ് കടക്കാൻ പോകുന്നത്. പൂരുരുട്ടാതി, ഉത്രട്ടാതി, രേവതി നക്ഷത്രക്കാർക്കും വ്യാഴോദയം വളരെ വലിയ മാറ്റവും ഭാഗ്യവുമായിട്ടാണ് കടന്നു വരുന്നത്. ജോലിയിൽ നിലനിന്നിരുന്ന തടസ്സങ്ങളൊക്കെ മാറും. ജോലി ലഭിക്കുന്നതിനും പലവിധ തടസ്സങ്ങൾ നേരിട്ടിട്ടുണ്ട്. ഉദ്യോഗം ലഭിക്കാത്തൊരവസ്ഥ, അതിനിവിടെ മാറ്റമുണ്ടാകുന്നതാണ്. എല്ലാ പ്രശ്നങ്ങളെയും തരണം ചെയ്യാനുള്ള ആത്മബലം നിങ്ങൾക്ക് വന്നു ചേരുന്നതാണ്. പ്രതിസന്ധികൾ പാടെ ഇല്ലാതാകും എന്നതാണ് പൊതുവെ പറയാനായിട്ടുള്ളത്. ആരോഗ്യ കാര്യങ്ങളിൽ നിങ്ങളൊന്ന് അല്പം ശ്രദ്ധ കൂടുതൽ കൊടുക്കേണ്ടത് അത്യാവശ്യമാണ്. വളരെയധികം മാറ്റങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ വന്നു ചേരും. നിങ്ങളുടെ ലൈഫ് സ്റ്റൈൽ തന്നെ മാറുന്ന അല്ലെങ്കിൽ മാറ്റുന്ന ഒരു സമയം കൂടിയാണ് വന്നു ചേരുന്നത്. സന്താന സൗഭാഗ്യത്തിനുള്ള യോഗം കാണുന്നുണ്ട്. ഉയർന്ന പദവികൾ അലങ്കരിക്കാനുള്ള ഈ യോഗം കാണുന്നുണ്ട്. സാമ്പത്തിക സ്ഥിതിയിൽ വളരെ വലിയൊരു മാറ്റം വന്നു ചേരുന്നതാണ്. വീട്ടിൽ സന്തോഷം, സമാധാനം എന്നിവ വന്നു ചേരുകയും ചെയ്യും. വ്യാഴത്തിൻ്റെ ഈ മാറ്റം നിമിത്തം സാമ്പത്തിക സ്ഥിതിയിലെ ആ മാറ്റം തന്നെ നിങ്ങളിലൊരു ആകെ ഒരു അഴിച്ചുപണി നടത്തുകയാണ്. വ്യാഴോദയം 500 വർഷങ്ങൾക്ക് ശേഷമാണ് വ്യാഴത്തിൻ്റെ ഒരു ഉദയം സംഭവിക്കുന്നത്. അപ്പോൾ ഏതെങ്കിലും കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോഴും അല്പം ശ്രദ്ധ വേണം എന്നതൊഴിച്ചാൽ വളരെയധികം മാറ്റത്തിൻ്റെ ഒരു സമയമാണ്. ഒരുപാട് നാളുകൾക്ക് ശേഷം നിങ്ങളെ തേടിയെത്തുന്നത്. അപ്പോൾ പ്രാർത്ഥനയോടുകൂടി മുന്നോട്ട് പോയിക്കൊള്ളുക. നിങ്ങളുടെ പ്രാർത്ഥന ഭഗവാൻ കേട്ടു എന്ന് തന്നെ കരുതുക. അത്രത്തോളം ഭാഗ്യദായകമായ ഒരു സമയമാണ് ആരംഭമാകുന്നത്.